ഭാര്യ പറയുന്നത് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കഥക്കമ്മ പ്രസംഗി ഒരു കുല മുന്തിരി വെറുമാട്ടൊന്നല്ല, നടന്ന സംഭവങ്ങളാണ്. മുന്തിരി തിന്നാൻ പോലും വകയില്ലാതെ ഭാര്യയോട് നിന്റെ കയ്യിൽ പൈസ രണ്ടെണ്ണം എടുക്കാൻ മുന്തിരി തിന്നാൻ ആഗ്രഹമാകുമെന്ന് ചോദിച്ച മഹാനായ രാജ്യത്തിന്റെ ഖജനാവിൽ അന്ന് അറിയാം, സകാത്ത് വാങ്ങാൻ പോലും ആളില്ലാതെ വിശാലമായി പ്രഫുല്ലമായിരിക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനാണ്. രാജ്യമല്ല, സകാത്ത് വാങ്ങണമെന്ന ആളില്ലാതെ അത്രയും സമ്പന്നമായ രാജ്യത്തിൽ ഭരിക്കുന്ന വലിയ ഖലീഫയായിരുന്ന മദീന ആസ്ഥാനമായിട്ട് ഭരിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആസിമിന്റെ മകൾ ലൈലയുടെ മകനായിട്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ആ ഭാര്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണ്ടേ, നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വാങ്ങുമോ, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ അടുത്ത് പോയിട്ട് ധനമന്ത്രിയുടെ അടുത്ത് പോയിട്ട് അപേക്ഷ കൊടുക്കുമോ, എന്തും ചെയ്യാവുന്ന വലിയ പവറുള്ള ഖലീഫ. നമ്മള് ചരിത്ര കഥയായിരുന്നു. ഇവരൊക്കെ ആരായിട്ടാ ജീവിച്ചാൽ ആലോചിച്ച് നോക്കും നിങ്ങൾ. അവർക്ക് വേണമെങ്കിൽ എന്തും എടുക്കാം, എവിടുന്നും എടുക്കാം. പക്ഷേ അതൊന്നും ചെയ്യാതെ ഇത് അപേക്ഷ കൊടുക്കുകയാണ്, ധനമന്ത്രിയുടെ അടുത്ത് പോവാണ്, ഞാൻ അടുത്തൊരു മാസത്തെ അഡ്വാൻസ് ശമ്പളം എനിക്ക് തരണം, വീട്ടിൽ പെരുന്നാൾ കഴിഞ്ഞാൽ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ പൈസ ഇല്ല, അതുകൊണ്ട് ഒരു മാസത്തെ അഡ്വാൻസ് തരണമെന്ന് പറഞ്ഞപ്പോ ധനമന്ത്രി പറയുകയാണ്, തരാമല്ലോ അമീറുൽ മുഅ്മിനീൻ, പക്ഷേ അടുത്തൊരു മാസത്തെ ജോലി ചെയ്തിട്ട് അതിന്റെ ശമ്പളം വാങ്ങാന്നല്ല നിങ്ങൾ പറഞ്ഞത്, പക്ഷെ അടുത്തൊരു മാസം നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് എഴുതി തന്നാൽ മാത്രമേ എനിക്ക് തരാൻ കഴിയൂ. ആരോട്? രാജ്യത്തിന്റെ പ്രസിഡന്റിനോട്, ഖലീഫയോട്, ധനമന്ത്രിയോട് പറയാം. അത് പറയാനുള്ള അധികാരം ഉണ്ടെങ്കിൽ എത്രയായിരിക്കും അവർക്കുള്ള വിശ്വാസത, ദീനപരമായ ബന്ധം. ആലോചിച്ച് നോക്കണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാല് പിറ്റേന്നുണ്ടാവോ, പോസ്റ്റിലുണ്ടാവോ? ഇല്ല. എത്രമാത്രം അത് കേട്ടിട്ട് ഇറങ്ങിപ്പോരുകയാണില്ല, എനിക്ക് തരാൻ കഴിയില്ല, അടുത്തൊരു മാസം പോയിട്ട് നിമിഷം പോലും ഞാൻ ബാക്കിയാകുമെന്ന്, ഞാൻ അവശേഷിക്കുമെന്ന് എന്തുറപ്പാണ് എനിക്ക് തരാൻ കഴിയുക എന്ന് പറഞ്ഞ് പുറത്തു വന്നിട്ട് വീട്ടിലേക്ക് ഓടി വന്ന് മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. അവർ ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, ഇല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ്? എന്താ ഉപ്പ നിങ്ങൾ മടങ്ങി വന്നത്, എന്തേ സംഭവിച്ച? ഡ്രസ് കിട്ടിയോ, പൈസ കിട്ടിയോ? മക്കളെ ഭാര്യയും മക്കളെയും വിളിച്ചു പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിൽ പോവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതല്ല, നിങ്ങളുടെ ഉപ്പയെ നരകത്തിലേക്ക് പറഞ്ഞയക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇപ്പൊ പറയണം, ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മക്കളെ നിങ്ങൾ അവർ പറഞ്ഞു, നിങ്ങൾ നരകത്ത് പോകുന്ന ഞങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ, എന്നാൽ നിങ്ങൾ പെരുന്നാൾ ഡ്രസ് ഇല്ലാതെ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മക്കളോട് പറയുകയും, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഉപ്പാ, അന്ന് നരകത്തിൽ പോകരുത്, അന്ന് കടം വാങ്ങിയിട്ട് നരകത്തിൽ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പുത്രന്മാർ. മരിക്കുന്നത് ഒരുപാട് മക്കളുണ്ടായിരുന്നു. മരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ ചോദിച്ചു, അല്ല നിങ്ങൾ ഇങ്ങനെ ഫക്കീറായിട്ടല്ലേ മരിക്കുന്നത്, എന്ത് ചെയ്യും, മക്കളെ എന്താക്കും എന്ന് ചോദിച്ചപ്പോൾ മഹാനകൾ പറയുന്ന മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു, അല്ലാഹുവിനെ ധനമേൽപ്പിച്ച് ഞാൻ പോവുകയാണ്, എന്റെ മക്കളെ തന്നെ അല്ലാഹുവിനറിയാം, എന്റെ മക്കൾക്ക് എന്ത് നൽകണമെന്ന്, എന്റെ മക്കൾക്ക് എങ്ങനെയായിരിക്കണമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പിന്നീട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മക്കൾ വലിയ ലക്ഷപ്രഭുക്കളായി എന്ന് കാണാൻ സാധിക്കും. തവക്കുലിന്റെ വലിയ ഭാഗങ്ങളാണ്, വലിയ സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമ്മൾ കേൾക്കുന്ന ചരിത്രമാണ്. മഹാനവറുകളുടെ അടുത്തേക്ക് ഭാര്യ ഒരിക്കൽ രാജ്യത്തിന്റെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. വിളക്കാണല്ലോ, പാനീയ വിളക്കുകൾ കത്തിച്ചിട്ടാണ് എണ്ണ ഉപയോഗിച്ചുകൊണ്ട്. എന്തിനോ ഡോർ മുട്ടിയിട്ട് ഭാര്യ കത്തേക്ക് വന്നു. അദ്ദേഹം വിളക്ക് കടത്തിയെന്നാണ്, വിളക്കൂതിയെന്നാണ്. നിങ്ങൾ വിളക്കൂതിയത് ഈ വന്നത് വീട്ടിലെ കാര്യം പറയാനല്ലേ? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ കണക്കാണ്. രാജ്യത്തിന്റെ കണക്ക് എഴുതുന്നത് രാജ്യത്തിന്റെ എണ്ണ ഉപയോഗിച്ചാണ്. ഒരു മിനിറ്റ് ആണെങ്കിലും നീ എന്നോട് സംസാരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ മറുപടി പറയുമായിരുന്നു എന്ന് ചോദിച്ച മഹാനായ അത്രയും നീതിമാന്മാരായ ആളുകൾ ആരാന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജന്മം കൊടുത്തത് ആരാന്നറിയോ? ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. പണ്ട് സലീസ് അസ്ലമിനെയും കൂട്ടി രാത്രി നടക്കുമ്പോ സുബഹിയുടെ സമയത്ത് എത്തിയപ്പോ ഒരു വീട്ടിൽ കടന്നില്ലേ, ഒരു വീട്ടിലേക്ക് എത്തിയപ്പോ അവിടെ ഉമ്മ പാലില് വെള്ളം ചേർക്കരുത്, ഉമ്മ അള്ളാഹ് കാണുന്നു പറഞ്ഞില്ലേ? ഉമ്മയുടെ ആ പെൺകുട്ടിയുടെ മകനായിട്ടാണ്, ആ പെൺകുട്ടിയുടെ പുള്ളിയായിട്ടാണ് ജനിക്കുന്നത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അതിന്റെ
പറഞ്ഞാണ് വിത്ത് ഗുണം 10 ഗുണമേ കാണിക്കൂ. എങ്ങനെ ആരെ കണ്ടെത്തണം? നിങ്ങളുടെ വിത്ത് നിങ്ങൾ എവിടെ ഇറക്കണമെന്ന് നിങ്ങൾ പരിശോധിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ നല്ല ഭൂമി തിരഞ്ഞെടുക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദാമ്പത്യങ്ങളും കുടുംബങ്ങളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം അല്ലാഹു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. അല്ലാഹു റമദാനെ നമുക്ക് സ്വീകരിക്കണം റഹ്മാനെ. ആഫിയത്തോടെ ഒരുപാട് റമദാനെ സ്വീകരിക്കണം തൗഫീഖ് നൽകണം റഹ്മാനെ. ആഫിയത്തോടെ ഒരുപാട് റമദാനെ സ്വീകരിക്കണം തൗഫീഖ് നൽകണം റബ്ബേ. നമ്മുടെ കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് ഖിയാമൽ ലൈലിൽ വരണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.